ഹലോ ഗായ്സ്, ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചിത്ര വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നലെ വീഡിയോ എടുത്തില്ല കേട്ടോ. ഇന്നലെ ഭയങ്കര തിക്കും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഷോർട്ട് വീഡിയോ മാത്രമേ ഇട്ടുള്ളൂ. ഇന്ന് മോനെ കാണണ്ടേ എല്ലാവർക്കും. പതിവ് പോലെ ഭക്ഷണമൊക്കെ കൊടുത്തതേ അവനെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നു. ഇത് കണ്ടോ, ഷീറ്റൊക്കെ കയറിയ പാടെ എന്താ കാണിച്ചത്. അവനറിയാം വീഡിയോ എടുക്കാനാണെന്നേ. അപ്പോൾ ഫുഡ് കഴിച്ച് ഓടി വന്ന് ബെഡിൽ കയറും വീഡിയോ എടുക്കാൻ വേണ്ടി. പൗഡറൊക്കെ ഇട്ട് എല്ലാം ഇങ്ങനെ മോൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ സുഖമാണോ? സുഖമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇന്നലെ രാവിലെ മോനിച്ചിരി ഒരു പ്രാവശ്യം ഛർദ്ദിച്ചു കേട്ടോ. കാരണം ഞാൻ രാത്രി മുട്ട കൊടുത്ത് എന്തോ അവന് ദഹിക്കാതിരുന്നിട്ടോ എന്തോ ആണ്. പിന്നെ അത് കാരണം ഇന്നലെ എല്ലാം ലിക്വിഡായിട്ടുള്ള ഫുഡാണ് ഇവന് കൊടുത്തത്. ഹാർഡായിട്ടുള്ള ഫുഡ് കൊടുത്തില്ല കേട്ടോ. ഇന്നലെയൊക്കെ ഓക്കെ ആയി. ഇന്നലെ ഒരു പ്രാവശ്യം അവൻ വൊമിറ്റ് ചെയ്തേ ഉള്ളൂ. ആ മുട്ട തന്നെ വൊമിറ്റ് ചെയ്തു. അപ്പോൾ മനസ്സിലായി മുട്ട അവന് ഡൈജഷൻ ആയിട്ടില്ലെന്ന്. പിന്നെ ഓക്കെ ആയി. പിന്നെ ഞങ്ങൾ ലിക്വിഡ് ഫുഡൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്നലത്തോടെ ഓക്കെ ആയി. ഇന്ന് ഇത്തിരി ഹാർഡ് ഫുഡ് കൊടുത്തു. ഇന്ന് അവന് വിശന്നു കേട്ടോ. രാവിലെ വന്ന് എന്നോട് ചോദിക്കുന്ന, ഇവന് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കണ്ടൻറ്റുകളുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ഇവർ കണ്ടൻറ്റൊക്കെ കൊണ്ടുവരുന്നത് കേട്ടോ. ചോദിക്കുന്നതും പറയാം. അപ്പോൾ അന്നേരം നമ്മൾ കുക്കിങ്ങിലൊക്കെ ആയിരിക്കും, ചിലപ്പോൾ ഫോൺ കയ്യിലുണ്ടാവില്ല. ഫോൺ പാസ്വേഡൊക്കെ തുറന്നു കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഇത് തീരും. അവൻ കാണിക്കുന്നതൊക്കെ കഴിഞ്ഞിരിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പല നല്ല ഇവൻ കാണിക്കുന്ന നല്ല കാര്യങ്ങൾ എനിക്ക് കാണിക്കാൻ പറ്റാതെ വരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവനെ എല്ലാം അറിയാം. എല്ലാം നമ്മളെ വന്ന് വിളിക്കും. ഞാൻ പാത്രം കഴുകുമ്പോൾ ആരെങ്കിലും വന്നാൽ മുകളിൽ കയറി ഇങ്ങനെ എൻ്റെ തോളിലിങ്ങനെ പൊങ്ങി കയറി നിന്ന് തോണ്ടും ആരോ വന്നു എന്ന്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ വെള്ളവും കാര്യങ്ങളൊക്കെ അല്ലേ. ഇപ്പോൾ അടുക്കളയിലൊക്കെ ഇത്രയും അധികം മൊബൈൽ വെക്കില്ല. മൊബൈലൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്കും അതൊക്കെ കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് നല്ല കണ്ടൻറ്റുകൾ, ഇവൻ ഭയങ്കര ബുദ്ധിമാനുമാണ്. എൻ്റെ കയ്യിൽ കണ്ടൻറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പക്ഷേ അവർ നമ്മളെപ്പോലെ മനുഷ്യരല്ലല്ലോ, ക്രിയേറ്റ് ചെയ്ത് കാണിക്കണം. അവർ കാണിക്കുന്ന സമയത്ത് നമുക്കിത് എടുക്കാൻ പറ്റാതെ വരുന്നു കേട്ടോ. അതാണ് കാര്യം. അവന് പല്ല് തേക്കാനും മുഖം കഴുകാനും ഉള്ളപ്പോൾ വാഷ് ബേസിൻ്റെ അവിടെ വന്ന് വിളിക്കും. അതുപോലെ AC ഇട്ട് കൊടുക്കാൻ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ വിളിച്ച് ഒരുവിധ സൗണ്ടിൽ ഡാഡിയോടും പറയും, മോളെ ഇങ്ങനെ വിളിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് അറിയാം അത് AC ഇടാനാണ്. AC ഇട്ട് കഴിയുമ്പോൾ അവൻ കിടന്ന് ഉറങ്ങും കിടക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്തുണ്ടല്ലോ, ഓരോന്ന് ഇവൻ്റെ കണ്ടൻറ്റ് ഇവൻ കൊണ്ടുവരുമ്പോൾ ഞാൻ ഇല്ലാതായി പോകുന്നു. ഒരു പക്ഷേ അടുക്കളയിലായിരിക്കാം, ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആയിരിക്കാം. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മൊബൈലൊക്കെ എടുത്ത് പാസ്വേഡൊക്കെ കുത്തി ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിരിക്കും കേട്ടോ. ഇഷ്ടംപോലെ കണ്ടൻറ്റ് ഇവൻ്റെ കയ്യിലുണ്ട് കേട്ടോ. പറയാതെ ഭയങ്കര ബുദ്ധിമാനും ഭയങ്കര ഇതുമൊക്കെയാണ് കേട്ടോ. ഭയങ്കര ബുദ്ധിമാനും നല്ല ഗുഡ് ബോയ് ആണ് എൻ്റെ മോൻ. ഇപ്പോൾ വീഡിയോ എടുക്കുന്നവനറിയാം. ഫുഡ് കഴിയുമ്പോൾ ഓടി ഇത് കണ്ടോ, ബെഡ്ഷീറ്റൊക്കെ കാണിച്ച് വെച്ചേക്കുന്ന ഓടി വന്ന് ബെഡിലിരുന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കിയിരിക്കും ഒരുമാതിരി ഫേസിൽ. മമ്മി വീഡിയോ എടുക്കുന്നില്ലേ എന്നുള്ള ഫേസിൽ. അപ്പോൾ എനിക്കറിയാം കേട്ടോ. ഇപ്പോൾ ദീപക്കിന് ഭയങ്കര ആനന്ദമാണ് കേട്ടോ വീഡിയോ എടുക്കാൻ. അവൻ ഭയങ്കരമായിട്ട് രാവിലെ കുളിച്ചൊക്കെ മുടിയൊക്കെ ചീകി വരും ദീപക്ക്, അതായത് വീഡിയോ എടുക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ എല്ലാവരും ഞങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളൊക്കെ സുഖമാണോ? എൻ്റെ ഫ്രണ്ട്സൊക്കെ സുഖമാണോ? സുഖമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഒന്ന് തുണിയൊക്കെ വിരിക്കട്ടെ. ബോജയെ വിളിച്ചേ, ബോജ ഫുഡ് കഴിക്കാൻ വരാൻ പറ. അപ്പോൾ ഗൈസ്, ബുള്ളറ്റ് മുകളിലില്ല കേട്ടോ. 2-3 ദിവസമായിട്ട് ബുള്ളറ്റിനെ കാണാനില്ല ഗൈസ്. അവരുടെ ഗ്രാമത്തിൽ പോയെന്ന് തോന്നുന്നു ചുറ്റാൻ. അവരുടെ അമ്മയൊക്കെ ഗ്രാമത്തിൽ പോയെന്ന് തോന്നുന്നു. അവരുടെ ഗാവ് ഇവിടെ 3 മണിക്കൂറൊക്കെ കഴിഞ്ഞ അവരുടെ ഗാവ് കേട്ടോ, ഗ്രാമം. അപ്പോൾ അവരിടയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ അതിനെയും കൊണ്ടുപോയെന്ന് തോന്നുന്നു ബുള്ളറ്റിനെ. അവിടെ ഒരാൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. അവിടെ വൈഫൊന്നും ഇല്ലെന്ന് തോന്നുന്നു. വൈഫൊക്കെ ആയിട്ട് എനിക്കൊന്നിനെ കൊണ്ടുപോയി കാണും ഗ്രാമത്തിൽ. ഇവിടെ ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ, ആരും ഇല്ലെങ്കിൽ നോക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടായിരിക്കും. അപ്പോൾ ബുള്ളറ്റിനെ 4-5 ദിവസമായിട്ട് സൗണ്ടും ഇല്ല, കാണുന്നുമില്ല, ഒന്നുമില്ല. അത് കാരണം മോൻ ഭയങ്കര ദുഃഖത്തിലാണ് കേട്ടോ. മോളിൽ പോയിട്ട് തിരിച്ചു വരും. എല്ലായിടത്തും കളിക്കാൻ ഞാൻ പറഞ്ഞു കേട്ടോ, നീ ബോണുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മമ്മി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു, കുറച്ച് വർക്കുണ്ട്, അത് കഴിഞ്ഞിട്ട് വരാമെന്ന്. അതുകൊണ്ട് എല്ലാം പിടിച്ചിരിക്കണം ഇരിപ്പാണ് കേട്ടോ. എൻ്റെ ടോയ് ബോൺ ടോയൊക്കെ എടുത്ത് പിടിച്ചിരിക്കുന്ന ഇരിപ്പാണ് കാണുന്നത്. വേണോ ഇത്? എല്ല് വേണോ? കണ്ടോ ഗൈസ്? ഓക്കെ,
പിടിച്ചു പിടിച്ചു പിടിച്ചു. കണ്ടോ എല്ല് മേടിക്കാൻ പൊങ്ങി എടുക്കുന്നത് കണ്ടോ? പൊങ്ങിയൊക്കെ വന്നത് ജമ്പ് ചെയ്യുന്നത് അവൻ. ചേച്ചി പോയി. ചേച്ചി 12 മണിയുടെ ഫ്ലൈറ്റിൽ പോയി. ചേച്ചിയെ നോക്കുന്നതാണ് ഫ്രണ്ട്സ്. ചേച്ചി എവിടെ നിന്ന്? ചേച്ചി ഇനി 2-3 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. ചേച്ചി ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. വാ ഇങ്ങ് വാ, വരും ചേച്ചി. വാ പിന്നെ വരും. ദീപക്കുണ്ട്. ദീപക്കിൻ്റെ അടുത്ത് വാ. വിഷമിക്കണ്ട പൊന്നു, ഇങ്ങോട്ട് വാ. ഓ അഞ്ചു കഴിച്ചെണ്ണ ദക്ഷി. ആ വാ പൊന്നു, ഇവിടെ വന്നിരിക്കും. ഇവിടെ വാ പൊന്നോ, വിഷമിക്കണ്ട. ദീപക്കുണ്ടല്ലോ. പിന്നെന്താണ്? ദീപക്കുണ്ട്, അമ്മയുണ്ട്, ഡാഡി വരും. പിന്നെന്താ? ചേച്ചി പോയണ്ട് വിഷമിക്കുന്നതാണ് പൊന്നു. വിഷമമുണ്ടോ പൊന്നിന്? ദീപക്കുണ്ടെന്ന് എന്താണ്? പിന്നെ വെള്ളം കുടിച്ചാ? അമ്മയ്ക്ക് ഷീറ്റ് വിരിക്കണം. മാറ് അവിടെ നിന്ന്. ഷീറ്റ് വിരിക്കണ്ടേ? ആ കട്ടിലിൽ ഷീറ്റ് വിരിക്കണ്ടേ? ഷീറ്റ് എടുത്തപ്പോൾ നീ അതിൽ കയറി കിടന്നു. വെള്ളം കുടിച്ചായിരുന്നോ പൊന്നു? വെള്ളം കുടിച്ചാ? ഒരുപാട് കുടിക്കും. വെള്ളം ഒരുപാട് കുടിക്കണം കേട്ടോ. ആ വെള്ളം കുടിക്ക്. ഒരുപാട് വെള്ളം കുടിക്ക്. വെള്ളം കുടിച്ചാ ഒരുപാട് കുടിക്ക്. വെള്ളം ഒരുപാട് കുടിക്കാം. ദേ മഴ വന്ന് മമ്മി തുണിയൊക്കെ ബക്കറ്റിൽ കൊണ്ടുവന്ന് വെച്ചൊക്കെ വിരിക്കണം താഴെ. കഴിച്ചോ? വെള്ളം കുടിച്ചോ? പിന്നെ മമ്മി പറയണോ വെള്ളം കുടിക്കാൻ? വെള്ളം അപ്പം കുടിക്കണ്ടേ? വെള്ളം അപ്പം കുടിക്കണ്ടേ പൊന്നു? വെള്ളം ഇഷ്ടംപോലെ കുടിക്കരുത്. മമ്മി തുണി മോളിൽ കൊണ്ടുവന്ന് വിരിച്ചു. പകുതി ഉണങ്ങി ഫ്രണ്ട്സ്. അപ്പോഴത്തേക്ക് ദേ നല്ല മഴ. ഓടി എടുത്തുകൊണ്ട് വന്ന് ദേ ബക്കറ്റിൽ വെച്ചിരിക്കുന്ന. ഇനി താഴെ കൊണ്ടുവന്ന് വിരിക്കണം. പകുതിയേ ഉണങ്ങിയിട്ടുള്ളൂ. കുറച്ച് നേരം മഴ, പിന്നെ കുറച്ച് നേരം ചൂട്. എന്നാൽ നല്ല വിയർപ്പുള്ള ചൂട്. വെള്ളം കുടിച്ച പൊന്നു. അവിടെ ദീപക്ക് എന്തേ? ദീപക്കിന് മമ്മി ചായ ഇട്ട് കൊടുക്കട്ടെ? ദീപക്കിന് ചായ ഇട്ട് കൊടുക്കണ്ടേ? ഹലോ, എടുത്തോണ്ട് വാ. മമ്മിക്ക് എടുത്തോണ്ട് വാ. ബോളെടുത്തോണ്ട് വാ. അയ്യോ ബോൾ എടുത്തോണ്ട് വന്നേ. എവിടെ? എടുക്ക്. ഓ എടുത്ത് കള്ള. മമ്മി ഇനി ഷീറ്റ് വിരിക്കട്ടെ. ഇതിൽ ഷീറ്റ് വിരിച്ചിട്ടില്ല പൊന്നോ. ഷീറ്റ് എടുത്തു മമ്മി കഴുകാൻ. ഇവിടെ വാ വന്നി പൊന്നു. ഒളിഞ്ഞു നോക്കല്ലേ? വാ. അപ്പോൾ ഗൈസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം കിട്ടും അല്ലേ പൊന്നു? ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ അല്ലേ പൊന്നു? സ്കിപ്പ് ചെയ്യല്ലേ ആൻറ്റിമാരെ, അങ്കിൾമാരെ, ചേട്ടന്മാരെ, അനിയന്മാരെ, ഒന്ന് സ്കിപ്പ് ചെയ്യല്ലേ, എന്നെ കാണണേന്ന് പറയും പൊന്നു. ഓ കൊച്ചിനെ കാണണേ, സ്കിപ്പ് ചെയ്യല്ലേ ആരെ കേട്ടോ. കൊച്ചിൻ്റെ എല്ലാ വീഡിയോസും കാണണേ, എല്ലാ വീഡിയോസും കാണാം അല്ലേ പൊന്നു? ഇങ്ങോട്ട് നോക്ക്, പറ. കൊച്ചു പറയുന്നു കണ്ടോ, നോക്കുന്നുണ്ടോ, ക്യാമറയിലേക്ക് നോക്കുന്ന കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം അല്ലേ പൊന്നു? ആദ്യമായിട്ടൊക്കെ കാണുന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ മോനെ കാണണേ, സുന്ദരമോനെ കാണണേ, സുന്ദരമോൻ്റെ വീഡിയോ കാണണേ. ഒരു ഹായ് കൊടുത്തേ പൊന്നു, എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ. എവിടെ? ദീപക്ക് താഴെ ഫ്ലാറ്റിൽ സ്റ്റെപ്പ് അടിക്കാൻ പോയി. ഒരു ഹായ് കൊടുത്തേ. ഹായ് കൊടുത്തിട്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. ഹായ് കൊടുത്തേ. ദീപക്ക് ബോളെടുക്കാൻ പോയതുകൊണ്ട് ഓടുന്ന കേട്ടോ. ദീപക്ക് ബോളെടുക്കാൻ വേണ്ടി പോയോണ്ടാണ് ഈ പോകുന്നത് കണ്ടോ. നിയാഷോ तुम नीचा नीचो देखो ദേഖിച്ചേ നല്ല കുട്ടനാണ് ഇവൻ കണ്ടോ. ദീപക്കിന്റെ അടുത്ത് ബോൾ എടുക്കാൻ പറഞ്ഞപ്പോ അവൻ പതുക്കെ എണീറ്റ് പോയതണ്ട. അവിടെ ഉണ്ട്, മുകളിലുണ്ട്, എടുത്തോണ്ട് വാ. അപ്പോൾ ഗൈസ് നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്ക് ബൈ. ഞാനിപ്പോൾ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. അപ്പം എല്ലാ ഫ്രണ്ട്സിനും ബൈ. നാളെ നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ.